ഏറെ വിവാദത്തിനൊടുവിൽ അമേരിക്കയെ വിറപ്പിച്ച് ഇറാന്റെ കാൽപന്ത് രാഷ്ട്രീയം ലോസ് ആഞ്ചൽസിൽ സമാപിച്ചു. ന്യൂസിലാൻഡിനെ 2-2 ഇറാൻ തളച്ചത്. ഇതൊരു ചരിത്രമായിരിക്കുന്ന നിമിഷമാണ് എന്ന് ഇറാനിയൻ്റെ ക്യാപ്റ്റൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഒരുപാട് 48ഓളം കളികൾ യഥാർത്ഥത്തിലുണ്ട്. അതായത് 48 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കാൽപന്ത് കളിയാണ് ഇപ്പോൾ വേൾഡ് ഫിഫ കപ്പ് എന്ന് പറയുന്നത്. 47 രാഷ്ട്രങ്ങൾക്കും ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഇറാനിലുള്ളത്. കാരണം കടുത്ത നിയന്ത്രണമാണ് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ. അവിടെ എത്തി കളി കഴിഞ്ഞാൽ അപ്പം തന്നെ രാജ്യത്തുനിന്ന് പുറത്തു പോകണം എന്നുള്ളതാണ് കരാർ. ഇത്ര കണിശമായ രീതിയിൽ മാനസികമായി പോലും തളർത്തപ്പെടുന്ന രീതിയിലാണ് അമേരിക്ക ഇറാനോട് അവരുടെ ഭൂമിയിൽ വെച്ച് കാണിച്ച സമീപനം എന്ന പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, ഇവിടെ എത്തേണ്ടിയിരുന്ന 12ലധികം ആളുകൾക്ക് വിസ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ അവർ അതിജീവിച്ചു എന്ന് മാത്രമല്ല, ലോസ് ആഞ്ചൽസിൽ വെച്ച് ഇറാൻ ദേശീയ ഗാനം മുഴക്കി എന്നുള്ളതാണ്. വലിയ ചെറിയ എതിർപ്പുകളും വലിയ ആഹ്ലാദവും ആരവവും ആ ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരുന്നു. അവരുടെ ദേശീയ ഗാനം എന്താണ് എന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അവർക്ക് തൃപ്തിയാവാത്ത ചില വാചകങ്ങളുണ്ടായിരുന്നു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. അതല്ലെങ്കിൽ അത് പറ്റില്ല എന്ന രീതിയിൽ പറയാൻ അവരെ പ്രേരിപ്പിക്കാനുള്ള കാരണം അതായിട്ട് തന്നെ വിലയിരുത്തുന്നു. ഏതായിരുന്നാലും അവർ അതിജീവിച്ചു ഇറാൻ്റെ മക്കൾ. ഗ്രൂപ്പ് ജിയിലാണ് ഇറാനും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയത്. 2-2 സമനില പിടിച്ചത്. അതിൽ 77-ാം മിനിറ്റിൽ ന്യൂസിലാൻഡിലെ എലിജ ജസ്റ്റ് ആദ്യത്തെ ഗോൾ അടിച്ചു ഇറാൻ്റെ കോർട്ടിൽ. 32ാമത്തെ റൗണ്ടിൽ ഇറാന് തിരിച്ചടിച്ചു. റെമിൻ റൈസനാണ് ന്യൂസിലാൻഡ് കോർട്ടിലേക്ക് തിരിച്ചടിച്ചത്. 54ാം മിനിറ്റിൽ ന്യൂസിലാൻഡിലെ എലിജ ജസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ആൾ തന്നെ 2 ഗോളും അടിച്ചത് ഒരാൾ തന്നെയാണ് ഈ ന്യൂസിലാൻഡിനെ പ്രതികരിച്ച്. 54ാമത്തെ മിനിറ്റിൽ തിരിച്ചടിച്ചു. 64ാമത്തെ മിനിറ്റിൽ വീണ്ടും ഇറാൻ മുഹമ്മദ് മൊബൈബി ന്യൂസിലാൻഡിന് അടിച്ചതോടുകൂടിയാണ് സമനില വന്നത്. അപ്പോൾ ഈ സമനില എന്ന് പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ 2 കളിയും കൂടിയാണ് ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അടുത്ത മത്സരം ജൂൺ 21, ഈ മാസം 21-ാം തീയതി ബെൽജിയവുമായിട്ടാണ് ഇറാൻ ഏറ്റുമുട്ടേണ്ടത്. ഇനി ഒരു ജയവും ഒരു സമനിലയും ഇറാന് ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തെ മത്സരം ജൂൺ 26-ന് ഇറാനും ഈജിപ്തും തമ്മിലാണ്. ഈജിപ്ത് നിലവിൽ 1-1 ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഈജിപ്തിനെ പരാജയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ബെൽജിയം സമനിലയിൽ പിടിക്കുകയും ചെയ്താൽ ഇറാന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു വിവാദമായിരിക്കുന്ന ഒരു വിഷയം വേറെ ഒന്ന് അമേരിക്കക്കെതിരെ വന്നിരിക്കുന്നു. അത് സോമാലിയൻ്റെ റഫറി ആയിരിക്കുന്ന ഒമർ അൾട്ടനെ അമേരിക്ക തടഞ്ഞു എന്നുള്ളതാണ്. തീവ്രവാദ ബന്ധം, അതായത് സാധാരണ ചുമത്തുന്നതാണ്, തീവ്രവാദ ബന്ധം വേഗം ചുമത്തുക. ഈ ആരോപണമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് മിയാമി വിമാനത്താവളത്തിൽ റഫറി ആയിട്ട് ഫിഫ കപ്പിലേക്ക് വരേണ്ട കക്ഷിയെ അവിടെ തടഞ്ഞു നിർത്തുകയും തിരിച്ചയക്കുകയും ചെയ്തു. അവരുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള സ്വീകരണം അദ്ദേഹത്തിന് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ തീവ്രവാദ ചാപ്പ കുത്തുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ അമേരിക്ക ഇസ്രായേലൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു തീവ്രവാദി, അൽഖ്വയ്ദയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന $10 മില്യൺ തലക്ക് വില മതിച്ച തീവ്രവാദിയാണ് ഇന്ന് സിറിയയുടെ പ്രസിഡന്റ്. അതാരാക്കിയതാണ്? അമേരിക്ക ആക്കിയാണ്. തീവ്രവാദ പട്ടം എടുത്തു മാറ്റി അയാൾ പിന്നെ നല്ലൊരു വ്യക്തിയാക്കിയിട്ട് മാറി. അപ്പോൾ പട്ടം ചാർത്താനും എടുത്തു മാറ്റാനും വളരെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കാറുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ അവർ പല ഘട്ടങ്ങളിൽ അത് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കളിയുടെ രൂപകാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് അതിൻ്റെ നോക്കാം. 48 ടീം, 48 രാജ്യമാണ് കളിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ 3 കളികളാണ്, 3 മത്സരമാണ് വരിക. അതിൽ ജയിക്കുന്ന ടീം എന്ത് ചെയ്യും? അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഏകദേശം ഒരു 16 ആൾ പുറത്താവും, 16 ടീം പുറത്താവും. പിന്നീട് 32 വരിക. റൗണ്ട് ഓഫ് 32 എന്ന് പറഞ്ഞാൽ നോക്കൗട്ട് ഘട്ടത്തിലെ ആദ്യ റൗണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ 32 ടീമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ വിജയിക്കുന്ന ആൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മൂന്നാമത്തെ റൗണ്ട് ഓഫ് 16 മാറും. അടുത്തതാണ് ഇതിലും ജയിക്കുന്ന സമയത്താണ് ക്വാർട്ടർ ഫൈനലിൽ എത്തുക. അത് 8 ടീമായിട്ട് മാറും. പിന്നീട് സെമി ഫൈനൽ 4, ഫൈനലിൽ 2. അങ്ങനെയാണ് അതിൻ്റെ രീതി വരുന്നത്. ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യതാ ലിസ്റ്റിൽ ഇറാൻ്റെ പേര് ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ 40 ടീമിനെ 12 ഗ്രൂപ്പുകളാക്കിയിട്ട് A മുതൽ L വരെയാണ് വിഭജിച്ചിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിനും 4 ടീമുകളാണുള്ളത്.
റൗണ്ട് ഓഫ് 32 നോക്കൗട്ടിൽ ഇറാൻ എത്തിയാൽ പിന്നെ അവിടെ ഒരു വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നുണ്ട്. ഡി ഗ്രൂപ്പിലുള്ള അമേരിക്കയുമായി ജി ഗ്രൂപ്പിലുള്ള ഇറാൻ ഏറ്റുമുട്ടും. സാധ്യത അതിലേക്കാണ് എത്തുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അമേരിക്കയും ഇറാനും ഇതിൻ്റെ മുമ്പ് ഏറ്റുമുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം വലിയ രീതിയിൽ കനത്ത രീതിയിലുള്ള പരാജയം അമേരിക്കക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന ഏറ്റുമുട്ടലായി മറ്റൊരു തലത്തിലേക്ക് അത് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെക്സിക്കോയിൽ നിന്ന് ഇത് ഇവരുടെ യാത്രാ സംബന്ധമായിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ടോ. സംഭവം ഇറാനികൾ ഒരർത്ഥത്തിൽ പാവങ്ങളാണ്, അത്രയ്ക്ക് കഷ്ടപ്പെടുത്തുകയാണ് ഇവരെ ഈ അമേരിക്കൻ സർക്കാർ ചെയ്യുന്നത്. മെക്സിക്കോയിലെ ആണ് അവരുടെ താമസം, അവരുടെ ഹോട്ടലുകളും അവരുടെ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെക്സിക്കോയിലാണ് നടക്കുന്നത്. അമേരിക്കയിൽ അതിന് അനുവാദമില്ല. മെക്സിക്കോയിൽ നിന്ന് വിമാനം വഴിയാണ് എവിടെ എത്തേണ്ടത്, ഹോട്ടലിലേക്ക് എത്തേണ്ടത്. ഹോട്ടലിൽ എത്തിയിട്ട് പിന്നീട് വാഹനത്തിൽ ബസ് പോയി കഴിഞ്ഞിട്ട് അവിടെ കൂട്ടിയിട്ട് പിന്നീട് ഗ്രൗണ്ടിലേക്ക് ആക്കി കൊടുക്കുക ചെയ്യുക. അവർക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ ഓടി പുറത്തോട്ട് പോകാനൊന്നും പറ്റില്ല. പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും പറ്റില്ല. അത് വലിയ നിയന്ത്രണമാണ് ഇറാനികളെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവർ സ്വതന്ത്രമായ രീതിയിൽ പോയി വരികയൊക്കെ ചെയ്യും, പ്രശ്നമൊന്നുമില്ല. കളിസ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കളി ആരവത്തിലേക്ക് നീങ്ങല്ലോ. ആ കളി കഴിഞ്ഞാൽ പിന്നെ ഒരു നിശ്ചിതമായിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ബസ് വരുന്നു, അവരെ കൂട്ടുന്നു, ഹോട്ടലിൽ പോകുന്നു, ഹോട്ടലിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറുന്നു, പിന്നീട് വിമാനം വഴി മെക്സിക്കോയിലേക്ക് പോകുന്നു. ഒന്നുകിൽ ചാർട്ടേഡ് വിമാനമായിരിക്കും, അല്ലെങ്കിൽ യാത്രാ വിമാനമായിരിക്കും. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാണുന്നില്ല. ഇറാൻ്റെ ഇന്നത്തെ മത്സര താരങ്ങൾ, നമുക്ക് അവരുടെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അലി റസ ബേറനാണ് അവരുടെ ഗോൾ കീപ്പർ. റമിൻ റസേൽ, ഷോജ ഖലീൽ സാദ, മിലാദ് മുഹമ്മദ് അലി, സെയ്ദ് എസ്തോണിയ, സമൻ റഗദ്ദാസ്, മുഹമ്മദ് മൊഹൈബി, മെഹദി തരീമി എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റനാണ്. അലി റസ, ജഹൽ ബക്ഷ, ആര്യാസ് യൂസഫി, ഷഹരിയ മൊഗൻസു. ഈ 11 ആൾക്കാരാണ് ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വലിയൊരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കി എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇറാൻ്റെ കളിക്കാരിറങ്ങുന്നതും അവർ കളിക്കുന്നതും അവരുടെ വിജയാരവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ക്യാമറകൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ചത്. അതിന് അന്താരാഷ്ട്ര രാഷ്ട്രീയ തലമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഇറാൻ എവിടെ ഇറങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി. അവരെ ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യത്തിൽ അവരൊരു പ്രത്യേകമായി ഓട്ടോമാറ്റിക്കായി ഒരു ഹീറോ ആയിട്ട് മാറും എന്നുള്ളതാണ് കാര്യം. 1979 ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം ആ രാജ്യം പിന്നീട് അമേരിക്കയുടെ ഉപരോധത്താൽ ഭയങ്കരമായി ശ്വാസം മുട്ടി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് യൂറോപ്യന്മാരുടെ ആരോപണം. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൻ്റെ ഭൂമുഖത്തും വളരെ എളുപ്പത്തിൽ അവർ വന്ന് കളിച്ചിട്ട് 2-2 ആ സമനില പിടിച്ചെന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. മാത്രമല്ല അമേരിക്കക്കോ ഇസ്രായേലിനോ ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അതിജീവനം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു പോലും സമ്മതിക്കുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ തോറ്റെന്ന് ഒരു സമ്മതിക്കുകയാണ്. ഇസ്രായേലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിനെ ഒരു മുസ്ലിം രാജ്യം ആക്രമിക്കുന്നത്. സാധാരണ രീതിയിൽ ആക്രമിച്ചാൽ തിരിച്ചടി. ഇപ്പോൾ ഈ ലബനാൻ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആക്രമിക്കുന്നു, ലബനാൻ തിരിച്ചടിക്കുന്നു. ഗസയിൽ നടക്കുന്നത് ഇസ്രായേൽ ആക്രമിക്കുന്നു, തിരിച്ചടിക്കുന്നു. ഈ ഇറാഖിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കും, ഈ സംഭവമാണ് നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല. ലെബനാനെ ആക്രമിച്ചു എന്ന കാരണത്താൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. അത് ചരിത്രത്തിൽ വലിയൊരു അധ്യായം എഴുതി ചേർത്താണ്. തങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് ഇസ്രായേലിന് പോലും ബോധ്യം വന്നതായിരുന്നു ആ സംഭവം എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇറാനേക്കാണ് ശക്തിയും ബലവുമുള്ള രാജ്യമായിരുന്നു ഒരു കാലത്ത് ഈജിപ്ത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം. നാസർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിലാണ് അന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിയത്. ലോക രാഷ്ട്രീയം അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ട് അവർ പറയുന്നു, കൂടി വന്നാൽ 2 ദിവസം കൊണ്ട് ഇസ്രായേൽ നിലം പൊത്തും. കാര്യം എന്ന് പറഞ്ഞാൽ ഈജിപ്താണ് നേതൃത്വം നൽകുന്നത്. അവിടെ ഒരു ഈജിപ്തിൽ മാത്രം അവസാനിച്ചിട്ടില്ല. ഈജിപ്തിനോടൊപ്പം ജോർദാൻ കൂടിയിട്ടുണ്ട്, ലെബനാൻ കൂടിയിട്ടുണ്ട്, പിന്നെ സിറിയ കൂടിയിട്ടുണ്ട്. അവരൊക്കെ മേഖലയിലെ വൻ ശക്തിയുള്ള രാജ്യങ്ങളാണ്. ലെബനാൻ കുറച്ച് കുറവാണെങ്കിൽ പോലും സിറിയ സൈനികപരമായി വലിയ ശക്തിയുള്ള രാജ്യമാണ്. ഈജിപ്തും അങ്ങനെയാണ്. ജോർദാനും തത്തുല്യമായ രീതിയിൽ ശക്തിയുള്ള രാജ്യമാണ്. ഈ 3-4 രാജ്യങ്ങളെയും പിന്തുണക്കുന്ന മറ്റ് രാജ്യങ്ങളെയും ഒരേ സമയത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചതോടുകൂടി ലോകം ഇസ്രായേലിനെ അംഗീകരിക്കുകയായിരുന്നു.
അപ്പോൾ 6 രാജ്യങ്ങൾ, ആ 4 രാജ്യം പ്ലസ് 2 or 3 രാജ്യം അധികം ഉണ്ടെന്നാണ് പറയുന്നത്. അത് നേരിട്ടല്ലെങ്കിൽ പോലും അല്ലാത്ത രീതിയിൽ സഹായങ്ങളൊക്കെ, സാമ്പത്തിക സൈനിക ആയുധ സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇറാൻ്റെ പേരൊക്കെ അതിലുണ്ട്. ഇറാനൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അങ്ങനെ പോകുന്നതുണ്ട്. അപ്പോൾ ആ രാജ്യത്തെ അങ്ങനെ അട്ടിമറിക്കപ്പെട്ട, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടോ പരാജയപ്പെടുത്താനോ സാധിച്ച ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. അതേ ഇസ്രായേലാണ് ഒറ്റക്കൊരു ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആക്രമിച്ചത്. തളർന്നുപോയി, ക്ഷീണിച്ചു പോയി, കഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയാണ് ചില പത്രങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത്. അവർ തിരിച്ചടിച്ചു, അതൊരു പരിധി വരെ മാത്രമേ അടിക്കാൻ വേണ്ടി സാധിച്ചിട്ടു. അപ്പോൾ തന്നെ ഇറാൻ്റെ ഭാഗത്ത് വീണ്ടും തിരിച്ചടി വന്നു. അപ്പോൾ ഇത് മുന്നോട്ട് പോയാൽ ലക്ഷ്യത്തിലെത്തില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഈ അക്രമ പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ റൂട്ടുകളൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഇറാൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഹീറോ തന്നെയാണ്, ഹീറോയിസം തന്നെയാണ് അവരെ ശ്രദ്ധേയമാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.